അത്യപൂർവമായിരുന്ന അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം ഇപ്പോൾ കേരളത്തിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുകയാണ്. കോഴിക്കോടിനും മലപ്പുറത്തിനും പിന്നാലെ ഇപ്പോൾ തിരുവനന്തപുരത്തും കേസുകൾ കൂടി വരുന്നു. കേരളത്തിൽ 2016 രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇത്രയും ഗുരുതരമായ സാഹചര്യം ഇതാദ്യവും. നൈഗ്ലേരിയ ഫൗളേരിയാണ് രോഗത്തിന് കാരണമാകുന്ന അമീബ. വെള്ളം കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലായിരിക്കും ഇവയുടെ സാന്നിധ്യം ഉണ്ടാവുക. അതായത് നാട്ടിൻപുറത്തെ സാധാരണ കുളങ്ങൾ, നീന്തൽ കുളങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ തുടങ്ങിയവയിൽ അമീബയുടെ സാന്നിധ്യം ഉണ്ടാകാം. അവിടെ കുളിക്കുമ്പോൾ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മസ്തിഷ്കത്തിലേക്ക് കടക്കും. സാധാരണഗതിയിൽ അമീബ ശരീരത്തിൽ പ്രവേശിച്ച് 10 ദിവസത്തിനകം ലക്ഷണങ്ങൾ കാണിക്കും. എന്നാൽ കോഴിക്കോട് രോഗബാധ റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ 3 മാസത്തിന് ശേഷം വരെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു. അമീബയുടെ വകഭേദങ്ങളിലെ വ്യത്യാസമാകാം ഇതിന് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. 97% മരണനിരക്കെന്നതാണ് ഈ രോഗബാധയുടെ ആശങ്ക കൂട്ടുന്നത്. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, കണ്ണു തുറക്കാനുള്ള ബുദ്ധിമുട്ട്, കണ്ണിലെ ചുവപ്പ് നിറം എന്നിവയായിരിക്കും രോഗബാധയുടെ ആദ്യ ലക്ഷണം. ഗുരുതരമാകുന്നതോടെ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ തീവ്ര ലക്ഷണങ്ങളായി ഇത് മാറും. നട്ടലിൽ നിന്ന് സ്രവം കുത്തിയെടുത്താണ് രോഗം സ്ഥിരീകരിക്കുന്നത്. ഒന്നോർക്കണം, അമീബയുടെ സാന്നിധ്യമുള്ള വെള്ളം കുടിച്ചാലോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കോ രോഗം പടരില്ല. രോഗം ഗുരുതരമായാൽ ജർമ്മനിയിൽ നിന്നെത്തിക്കുന്ന മിൽറ്റിഫോസിൻ മാത്രമാണ് നിലവിൽ ജീവൻ രക്ഷാ മരുന്ന്. ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെയാണ്: കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കരുത്. മലിനമായ വെള്ളം മുഖത്ത് തട്ടാതെ സൂക്ഷിക്കാം. വെള്ളത്തിലിറങ്ങിയാലും തല മുങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നീന്തൽക്കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടെന്നും ആഴ്ചയിലൊരിക്കൽ ഉരച്ച് കഴുകി വൃത്തിയാക്കുന്നെന്നും ഉറപ്പാക്കണം. വാട്ടർ തീം പാർക്കുകളിലും ക്ലോറിനേഷൻ ഉറപ്പാക്കണം.